ഇപ്പോൾ റിപ്പോർട്ടറിൽ ഇരുന്നിട്ട് അരുൺകുമാറും ആൻഡോയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്മൃതി എന്ത് പറയും? യാഥാർത്ഥ്യങ്ങൾ പറയും. ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒരു പുരോഗമന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അണികളുടെ സംസ്കാരം, അതാണ് നമ്മൾ സ്മൃതിക്കെതിരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കമൻറ്റുകളൊന്നും വായിക്കാൻ കൊള്ളാത്ത കമൻറ്റുകളാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ കണ്ടു. അതായത് പിന്നെ സതീശൻ്റെ വെപ്പാട്ടി, ഇപ്പം സ്മൃതിക്ക് കരയേണ്ടി വന്നു. ഞാൻ പറയുന്ന സ്മൃതി ഏറ്റവും ഒടുവിൽ പിന്നെ ഒന്ന് വിതുമ്പുന്നത് ഞാൻ കണ്ടു. അതായത് അത്രത്തോളം ഒരു പത്രപ്രവർത്തകയ്ക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവരെ ആക്രമിക്കുകയാണ്. ഇപ്പോഴും മീഡിയാസിന്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെ, ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് പറഞ്ഞിട്ട് ലീഗുകാരൊന്ന് കോൺഗ്രസിനെ താഴ്ത്തും, ലീഗിനൊന്ന് കൊണ്ടുപോയി ഉയരത്തിൽ വെക്കും, കോൺഗ്രസിനെ താഴ്ത്തി വെക്കും. നമ്മൾ കുറച്ച് കാലങ്ങളായി ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു പ്രത്യേകതരം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ പല രൂപത്തിലുള്ള ഡിസ്കഷനുകളും ചർച്ചകളൊക്കെ അവർ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസാണ് അതിനൊരു വേർതിരിവ് കൊണ്ടുവന്നത്. ഔട്ട് ഓഫ് ഫോക്കസിന് വ്യാപകമായ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതേ പാറ്റേണിലോട്ട് മുഖ്യധാര ചാനലുകൾ എല്ലാവരും വന്നു. ഏഷ്യാനെറ്റൊന്നും അത് ഫോളോ ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റ് വേറെ രൂപത്തിലൊക്കെ ചെയ്തു. റിപ്പോർട്ടർ ടി വിയും ഏകദേശം അതിൻ്റെ വേറൊരു ഫോർമാറ്റിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ സുജയ പാർവതിക്കുള്ള സമയത്ത് സുജയ BJPയുടെ സൈഡ് പറയും, കുറേ ആളുകൾ ലെഫ്റ്റ് സൈഡ് പറയും, കുറേ ആളുകൾ കോൺഗ്രസ് സൈഡ് പറയും. അങ്ങനെ അത് സ്ഥിരമായി അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് എല്ലാതരം ഓഡിയൻസിനും കിട്ടണം, എല്ലാതരം ഓഡിയൻസിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടണം. അങ്ങനെ കുറേ കാലമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈയിടെ ആയിട്ട് ഈ ഇലക്ഷന് ശേഷവും ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആയിട്ട് റിപ്പോർട്ടർ ടി വിയിൽ സ്മൃതി പരുത്തിക്കാട്, ഇപ്പോൾ എൻ്റെ മുൻ സഹപ്രവർത്തകയ്ക്കാണ്, ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് കാലം മീഡിയ വണ്ണിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൃത്യമായി ഒരു കോൺഗ്രസ് പക്ഷമാണ് ഈ ചർച്ചയിൽ പറയുന്നത്. അവരുടെ രാഷ്ട്രീയം അതൊന്നല്ല എന്ന് പലരും അവരുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ വ്യാപകമായിട്ട് പുരോഗമന സിംഗങ്ങൾ വേട്ടയാടുകയാണ്. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണനയോ ഒന്നുമില്ല. എന്തൊക്കെ അവർ സ്മൃതിയെ വിളിക്കുന്ന പേരുകളും നമുക്കിവിടെ പറയാൻ പറ്റില്ല. അത്രയ്ക്കും മറയ്ക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ എന്താണ് സ്മൃതി ചെയ്ത തെറ്റെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്? സ്മൃതി എന്നുള്ളതല്ല, ഇപ്പോൾ ഈ ഇടതുപക്ഷ ലൈനിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. KK രമ കുറേ അനുഭവിച്ചതാണ് ഈ ഒരു സൈബർ അറ്റാക്ക്. CPMനെ എതിർത്തു എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്ത കുറ്റം. അതായത് പിന്നെ അവിഹിത കഥകൾ വരെ അടിച്ചിറക്കി എന്നുള്ളതാണ്. അത് ഈ സോഷ്യൽ മീഡിയ ഇല്ല ഇത്ര സജീവമല്ലാത്ത കാലത്ത് ദേശാഭിമാനി എന്ന മഞ്ഞപ്പത്രത്തിൽ വരെ വേണേൽ അടിച്ചു വരും. നമ്മൾ ആന്തൂരിലെ സാജൻ സൂയിസൈഡ് ചെയ്തപ്പോൾ സാജൻ്റെ ഭാര്യക്കെതിരെ അടിച്ചു വന്നത് ദേശാഭിമാനിയില്ല. KK രമയ്ക്കെതിരെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്നൊക്കെ വായിച്ചിരുന്നത്. അതായത് പിന്നെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല. അന്നത്തെ കാലത്ത് പോലും എന്തൊക്കെയാണ് അവർ എഴുതിയുണ്ടാക്കിയിരുന്നതും അത്ഭുതകരമായ സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ MM മണിയെക്കുറിച്ച് നമ്മൾ പറയും, പിന്നെ പെമ്പിളൈ ഒരുമൈ, പിന്നെ അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് മറ്റേ പണി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് പ്രയോഗിച്ചത്. ഇത് ഇവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജാണ്. ഇവർക്ക് എന്തും പറയാം, അവർക്കെതിരെ യാതൊരു നടപടിയില്ല. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്നെ പ്രാദേശിക നേതാവ് പ്രതിഭക്കെതിരെ കായംകുളത്ത് പിന്നെ ഒരു പരാമർശം നടത്തി. ആ പരാമർശം നടത്തി 1 മണിക്കൂറിനുള്ളിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ പ്രതിഭ കരഞ്ഞു, അതിൻ്റെ പിന്നാലെ കൂടി. അതെ. അപ്പോൾ ഇവിടെ പിന്നെ CPMകാർ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്മൃതിക്കെതിരെ. അപ്പോൾ ഇവരാദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഹിസ്റ്ററി എടുക്കും, കുടുംബചരിത്രം, എന്നിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കും. ഇപ്പോൾ സ്മൃതിയുടെ പിതാവ് സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, അദ്ദേഹം കൈരളിയിൽ ജോലി ചെയ്തിരുന്നു, ദേശാഭിമാനിയിൽ ജോലി ചെയ്തിരുന്നു. അന്ന് ദേശാഭിമാനിയിൽ എന്തോ അഴിമതി കാണിച്ച് പുറത്താക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കലിപ്പാണ്. അതാണ് ഷാഫി പറഞ്ഞത്. അതായത് ഇവർ പിന്നെ കോൺഗ്രസ് ഫാമിലിയൊന്നും അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിൻ്റെ കലിപ്പാണ് ഇവർക്ക് CPMനോട് എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ തിയറി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്മൃതി വളരെ സ്മാർട്ടായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഈ പറഞ്ഞ സുജിയെ പോലെ, എന്താ പറയുക, പിന്നെ അരുൺകുമാറിനെ പോലെ അതിൽ ആ മുതലാളി അല്ലാത്ത എല്ലാവരെയും നമുക്ക് പറയാം. കാരണം മുതലാളി കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോലെ രാഷ്ട്രീയം പറയുന്ന ഒരാൾ, അതൊരു സ്ത്രീ ആയിപ്പോയി. അവിടെയാണ് പ്രശ്നം.
ഒരു സ്ത്രീ ആയിപ്പോയത് കൊണ്ട് അവരെ ഇപ്പോൾ ഞാൻ കണ്ടൊരു പോസ്റ്ററിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ കണ്ടു. അതായത് പിന്നെ സതീശൻ്റെ വെപ്പാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അത്ര പുരോഗമനപരമായ പദങ്ങളാണ് ഇങ്ങനത്തെ സംഗതികൾ വരികയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇപ്പോൾ സ്മൃതി മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഞാൻ പിന്നെ പയ്യന്നൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്, ശരണ്യ എം ചാരു. അവരുടെ ഫേസ്ബുക്കിൽ പോയാൽ അറിയാം എന്തൊക്കെയാണ് ഇവർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഇന്ന് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു. ആദ്യം എന്നെ ഡിവോഴ്സിയാക്കി, പിന്നെ കേട്ടത് വിദേശത്തുള്ള ഭർത്താവ് നാട്ടിൽ വരാത്തത് എന്നെ പേടിച്ചിട്ടാണ് എന്ന കഥയാണ്. അത് കഴിഞ്ഞപ്പോൾ കട്ടിലിനടിയിൽ നിന്ന് ഏതോ ഒരുത്തൻ്റെ കൂടെ നാട്ടുകാർ പിടിച്ച കഥ വന്നു. പിന്നെ അവിഹിത കഥകൾ ഓരോന്നായി വന്നു. പിന്നീട് 2017 മുമ്പ് കോളേജിൽ വെച്ചൊരു സുഹൃത്തിൻ്റെ കൂടെ എന്നുള്ള ഫോട്ടോയിലെ ആ സുഹൃത്തിനെ മാറ്റി പകരം മറ്റൊരാളെ വെട്ടിയൊട്ടിച്ച പടം കിട്ടി. 2015 മുതൽ ഞാൻ ആക്റ്റീവായിട്ടുള്ള നിരന്തരം എഴുതുന്ന ഈ പ്രൊഫൈലിലെ രാഷ്ട്രീയ അങ്ങനെ, അതായത് പിന്നെ ഇവരെ എതിർക്കുക എന്നുള്ളത് മാത്രം മതി ഒരു സ്ത്രീയെ അപമാനിക്കാൻ, അതല്ലെങ്കിൽ ആ സ്ത്രീയെ പിന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇറക്കുക, പിന്നെ അവർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുക. ഇങ്ങനെ അതായത് ഒരു പുരോഗമന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അണികളുടെ സംസ്കാരം, അതാണ് നമ്മൾ സ്മൃതിക്കെതിരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കമൻറ്റുകളൊന്നും വായിക്കാൻ കൊള്ളാത്ത കമൻറ്റുകളാണ്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ട് അതിഭീകരമായിട്ട് സ്മൃതിയായാലും ഇങ്ങനെ ശരണ്യായാലും ഇപ്പോൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. അതിലൊരു യാഥാർത്ഥ്യം എന്താ വെച്ചാൽ ഇപ്പോൾ റിപ്പോർട്ടറിൽ ഇരുന്നിട്ട് അരുൺകുമാറും ആൻഡോയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്മൃതി എന്ത് പറയും, യാഥാർത്ഥ്യങ്ങൾ പറയും. ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇവിടെ ഈ എന്താണ് ഫ്ലെക്സിൽ പിണറായി വിജയൻ്റെ തല മാത്രം വെച്ചത് ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്, ഇതിനെതിരെ അതേപോലെ ഈ ടൗൺഷിപ്പിൽ ഈ ഊരാലുങ്കലിനെ കൊടുത്തതിനെതിരെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ വസ്തുതകൾ നിരത്തിയിട്ട് സ്മൃതി അതിനെ ഖണ്ഡിക്കും. ഇവർക്ക് എന്തെങ്കിലും അറിയില്ല, ആരെങ്കിലും എതിര് പറയുന്നത് കേട്ടില്ല. ഇവർക്ക് ഈ ഇവരിപ്പോൾ വയനാടിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്മൃതി വെട്ടയാടപ്പെടുന്നത്. അതായത് വയനാട് പിന്നെ വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ട് പിന്നെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തം ഇവർ ഔദാര്യമായിട്ട് കാണിക്കുന്നു. ഇതാണ് സ്മൃതി ഉയർത്തുന്ന പൊളിറ്റിക്കലായിട്ടുള്ളൊരു പിന്നെ വിമർശനം. അതാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത്. അതായത് അതിൻ്റെ ഇടയ്ക്ക് ചില നാടകങ്ങൾ ഉണ്ടാകുന്നു. അത് നാടകമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ, PR വർക്കാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചില സംഗതികൾ ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞതിനെ പിന്നെ വേറൊരു പിന്നെ കുട്ടികളുടെയൊക്കെ ചിത്രം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ പിന്നെ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. ഇപ്പം സ്മൃതിക്ക് കരയേണ്ടി വന്നു എന്നാണ് ഞാൻ പറയുന്നത്. സ്മൃതി ഏറ്റവും ഒടുവിൽ പിന്നെ ഒന്ന് വിതുമ്പുന്നത് ഞാൻ കണ്ടു. അതായത് അത്രത്തോളം ഒരു പത്രപ്രവർത്തകയ്ക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവരെ ആക്രമിക്കുകയാണ്. ഇതാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഷാഫിനെയും മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഷാഫി ആയാലും പിന്നെ അതുപോലത്തെ രാഷ്ട്രീയ ഇപ്പോൾ സതീശനായാലും ഇവരൊക്കെ നേരിടുന്ന അക്രമങ്ങൾ ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സ്മൃതിക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ് CPMകാരുടെ ഈ ഒരു അവസ്ഥ. ഒരു സ്വപ്നലോകത്ത് ബാലഭാസ്കരനായിട്ട് നടക്കുകയാണ് ഇപ്പോഴും. ഈ അരുൺകുമാറൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ്. പ്രതിപക്ഷം കോൺഗ്രസ് വയനാട്ടിൽ വീട് വെച്ച് കൊടുത്തില്ല, അതുകൊണ്ട് അതിനെതിരെ ജനങ്ങൾ വിധി എഴുതുന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ? ജനങ്ങളെ ബാധിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതല്ലേ ജനങ്ങൾ വിധി എഴുതുക? തീർച്ചയായിട്ടും. അതായത് പിണറായിസത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കേരളത്തിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭരണത്തിലെ അപാകതകൾ അതല്ലെങ്കിൽ ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ ഇതൊക്കെ ജനങ്ങൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ തുടർഭരണം 10 കൊല്ലം ഭരിച്ചില്ലേ, ഇനി ഇത് തുടരേണ്ടതില്ല, പുതിയൊരു കൂട്ടർ വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പിന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ പിന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് വർഗീയത ഉപയോഗിക്കുകയാണ്. അപ്പോൾ സ്മൃതി വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നൊരു പത്രപ്രവർത്തകയാണ്. അതായത് ഈ ഷാഫിയെയും അതുപോലെ തന്നെ UDFൻ്റെ ജമാഅത്ത് ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് UDFനെ ആക്രമിക്കുന്നതിനെതിരെ വളരെ ശക്തമായിട്ട് നിങ്ങളതായിരുന്നില്ലേ, നിങ്ങൾ ഇന്നലെ വരെ ജമാഅത്തിൻ്റെ കൂടെ ആയിരുന്നില്ലേ, അതായത് ഇന്നലെ വരെ ഹിറാ സെൻറ്ററിൽ പെറ്റ് കടന്നിരുന്ന ആളുകളാണ് ഇന്ന് ജമാഅത്ത് മൗദൂദി ലീഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൗദൂദി CPM ആയിരുന്നു ഇന്നലെ വരെ. അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ മൗദൂദി ലീഗായി.
അപ്പോൾ ഇങ്ങനെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു പത്രപ്രവർത്തകയാണ്. അല്ല നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് ഇലക്ഷന് വേണ്ടി അവരൊരു PR സംഗതി വർക്ക് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ മരം നിർത്തുന്നില്ല. നമ്മൾ വിചാരിച്ചിരുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞാലെങ്കിൽ ഇവർ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. ഈ അരുൺകുമാറും ചില ആളുകൾ ഇലക്ഷൻ കഴിഞ്ഞൊന്ന് മറന്നുപോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് ന്യായീകരിക്കുകയാണ്. ഇപ്പോഴും പ്രേക്ഷകരെ പിടിച്ചു നിർത്തുകയാണ് അവർ. അതെ അതെ. അല്ല അവരൊക്കെ ഈ 4-ാം തീയതി എന്താണ് റിപ്പോർട്ട് ചെയ്യാന്ന് അറിയാൻ വേണ്ടി കേരള കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു പുകച്ചിൽ, വല്ലാത്തൊരു എന്താ പറയുക തിക്കുമുട്ടൽ അനുഭവിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയും തീർക്കണം, ആ ഫ്രസ്ട്രേഷൻ തീർക്കണം. അത് ലീഗിൻ്റെ നിരക്കാണെങ്കിൽ അങ്ങനെ അവരെ എതിർക്കുന്ന ആരാണോ അവരുടെ മണ്ടക്കിട്ടിട്ട് അവരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ വർഗീയവാദികൾ ഇവരെ ഇടയ്ക്ക് ലീഗിനൊന്ന് സൂചിപ്പിക്കും. അതാണ് വേറൊരു സ്ട്രാറ്റജി. അതാ ലീഗിനെ സൂചിപ്പിച്ചിട്ട് കോൺഗ്രസിനെ അടിച്ചിടും. 3-4 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ലീഗ് മതേതര പാർട്ടിയായിരുന്നു ഗോവിന്ദൻ മാഷിന്. ലീഗ് CPMൻ്റെ കൂടെ പോകില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് ലീഗ് വർഗീയ പാർട്ടിയായത്. ഇപ്പോഴും ലീഗിനെ സൂചിപ്പിക്കുന്നവരുണ്ട് ചില ആളുകൾ. അല്ല ഇപ്പോഴും മീഡിയാസിന്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് പറഞ്ഞിട്ട് ലീഗുകാരൊന്ന് കോൺഗ്രസിനെ താഴ്ത്തും, ലീഗിനൊന്ന് കൊണ്ടുപോയി ഉയരത്തിൽ വെക്കും, കോൺഗ്രസിനെ താഴ്ത്തി വെക്കും. അരുൺകുമാർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് പിന്നെ ലീഗ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ നല്ല വോട്ടെടുപ്പ് നടന്നു, പോളിംഗ് നടന്നു. അതെ, നമ്മുടെ SIR-ന്റെ ഒക്കെ ഭീതിപ്പെടുത്തിയിട്ടൊക്കെ SIR ഉപയോഗിച്ചുകൊണ്ട് ലീഗുകാർ പിന്നെ മുസ്ലിങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചു. അതിന് ലീഗിനെ അഭിനന്ദിക്കുന്നു. പർദ്ദയിട്ട സ്ത്രീകളൊക്കെ വരിവരിയായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ പോളിംഗ് ബൂത്തിലെത്തിയത് SIR പേടിച്ചിട്ടാണ് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ ബോധത്തെ തന്നെ റദ്ദ് ചെയ്യുകയാണ്. അപ്പോൾ ഇതങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെയും ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകേണ്ടതിൻ്റെ അനിവാര്യതയും ഒക്കെ റദ്ദ് ചെയ്യുകയാണ് തങ്ങളെന്ന ബോധ്യം പോലും ഇല്ലാതെയാണ് ഇത്തരം വിശകലനങ്ങളൊക്കെ ഈ ചാനൽ ചർച്ചകളൊക്കെ നടത്തുന്നത്. അതാണ് അത്ഭുതം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത് എന്തായാലും മെയ് 4 വരെ ഇവർക്ക് അവരുടെ മനസ്സിലുള്ളത് ആഗ്രഹങ്ങൾ എന്തും ഡിസ്കസ് ചെയ്യാം. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞത് പെട്ടിക്കകത്തായിട്ടുണ്ട്. തീർച്ചയായും അത് 4-ാം തീയതി അവർക്ക് മനസ്സിലാവും. സ്മൃതിയായിരുന്നു ശരിയെന്ന് കേരളം പറയുന്ന ദിവസമായിരിക്കും. യെസ്. താങ്ക് യു.